കരിങ്കുന്നം KSS സംഘടനാ പ്രതിനിധികളെ, KSSൻ്റെ മറ്റംഗങ്ങളെ ഏവർക്കും നമസ്കാരം. ഒരു വലിയ പ്രസംഗം നടത്തുന്നതിനൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത്. എങ്കിലും ഞാൻ വായിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതിന് ഈ അവസരം വിനിയോഗിക്കുകയാണ്. നാം ചിന്തിക്കുന്നതെന്തോ നമ്മൾ അതായിത്തീരും. നാം ദുർബലരാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുർബലരായിത്തീരും. നമ്മൾ ശക്തരാണ്, കരുത്തരാണെന്ന് നാം സ്വയം വിശ്വസിച്ചാൽ നമ്മൾ കരുത്തരായിത്തീരും. നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് ഇത്. ഇന്ന് ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണിന്ന്. ഇന്ന് നാം ഇന്ത്യയിലെമ്പാടും യുവജന ദിനമായി കൊണ്ടാടുന്നു. നവോത്ഥാന നായകനും ആത്മീയ ആചാര്യനും യുവാക്കളുടെ പ്രതീകവുമായ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം ഇന്ന് നാം ലോകമെങ്ങും ആഘോഷിക്കുന്നു. 1863 ജനുവരി 12 കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന ഒരു സർവമത സമ്മേളനത്തിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ച് മത പണ്ഡിതന്മാർ അവിടെ പങ്കെടുത്തിരുന്നെങ്കിലും സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗം അന്ന് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി തീർക്കുകയാണ് ചെയ്തത്. അദ്ദേഹം തൻ്റെ പ്രസംഗം ഇപ്രകാരമാണ് തുടങ്ങിയത്: എൻ്റെ അമേരിക്കയിലെ സഹോദരന്മാരിൽ എന്ന്. ഈ ഒരൊറ്റ പ്രസംഗമാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി തീർത്തത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണ ചാതുര്യവും വിശാലമായ മാനുഷ്യ മൂല്യങ്ങൾ നിറഞ്ഞ വ്യക്തിത്വവും എല്ലാവരെയും ആകർഷ്ടരാക്കി. യുവാക്കളെ ശാക്തീകരിക്കൂ, അതിലൂടെ രാജ്യത്തെ ശാക്തീകരിക്കാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. സ്വാമി വിവേകാനന്ദൻ്റെ തത്വങ്ങളും ആശയങ്ങളും ഇന്നത്തെ യുവതലമുറയ്ക്ക് പിന്തുടരാൻ പ്രചോദനം നൽകുക എന്നത് മാത്രമാണ് യുവജന ദിനം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ആഹ്വാനം യുവജനങ്ങളോട് ഇപ്രകാരമാണ്: എഴുന്നേൽക്കുക, ഉണരുക, ലക്ഷ്യം നേടുന്നതുവരെ പ്രവർത്തിക്കുക എന്നതാണ്. ഇന്ന് ജനുവരി 12 ഇന്ന് ജനുവരി 12 യുവജനങ്ങൾ എല്ലാവരും എല്ലാ സ്കൂളുകളിലും കലാലയങ്ങളിലും എല്ലാ ജനുവരി 12 പലവിധ ആഘോഷ പരിപാടികളും ഘോഷയാത്രകളുമൊക്കെ നടത്തി ഈ ദിനം വളരെ സമുചിതമായി ആഘോഷിക്കാറുണ്ട്. ഇന്ന് യുവാക്കളിൽ ഇന്ന് നമുക്കറിയാം, യുവാക്കളിൽ സ്വന്തം നേട്ടങ്ങളും ലക്ഷ്യങ്ങളും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വയം ഉൾവലിഞ്ഞ് സ്വന്തം നേട്ടങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവർക്ക് അതുമാത്രം പോരാ, സ്വയം വലിയാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത നാളിൽ നമ്മുടെ കേരളത്തിലുണ്ടായ കൊറോണ, നിപ്പ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങളിൽ എല്ലാം ഉണ്ടായപ്പോഴും നമ്മുടെ യുവാക്കൾ അവിടെ വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളും സഹായങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നതിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാര്യം ഞാൻ ഈ അവസരത്തിൽ മറക്കുന്നതല്ല. എങ്കിലും ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു തലമുറയിൽ ഈ അവസരത്തിൽ ഇത് പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിനിയോഗിക്കുന്നു. യുവജന ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നു. അടുത്തതായി നമുക്ക് ഇന്നത്തെ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നതിന് KSS ട്രഷറർ, ഇടുക്കി ജില്ലാ ട്രഷററായ ശ്രീ രാജേന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യാം. ഇടുക്കി ജില്ലയുടെ ട്രഷറർ എന്നത് തന്നെയുമല്ല, ഞാനൊരു തൊടുപുഴക്കാരനായതുകൊണ്ട് തൊടുപുഴയിലുള്ള എല്ലാ യൂണിറ്റുകളിലും